പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മഹാദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. യേശുക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു മഹാദൈവമാണ്. ഈ വാക്യം വെച്ചാണെങ്കിൽ ഞാനോ നിങ്ങൾ എഴുതുമ്പോൾ എഴുതുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനെന്നല്ല, എൻ്റെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ അനിയനായ. ഈ സഭകളിലൊക്കെ അങ്ങനെ ദൈവത്തിന്റെ അനിയനും ചേട്ടനും കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് സകലതും. ആ വരവൊക്കെ കണ്ടാലും എന്തോ വരവ് ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അളിയൻ വന്നിട്ടുണ്ട് സഭായത്തിന്. ദൈവത്തിന്റെ അളിയനും ദൈവത്തിന്റെ അനിയനും ദൈവത്തിന്റെ ചേട്ടനും ഒക്കെ അഭിനയിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. യൂദായുടെ മനോഭാവം കണ്ടോ? യേശുക്രിസ്തുവിന്റെ അർത്ഥസഹോദരനാ, പക്ഷേ ഒന്ന് പരിചയപ്പെടുത്തിയത് ഞാൻ അർത്ഥസഹോദരനാന്ന് പരിചയപ്പെടുത്തുന്നതിന് ഉപരി ഞാൻ അവിടുത്തെ ദാസനാ. അതാ കർത്താവിന്റെ ദാസൻ. അതിനിപ്പറ എന്ത് വിശേഷത വെച്ചാലും ഒക്കത്തില്ല.